മാച്ചുന് ഫുൾ ഹാപ്പി ആയിരിക്കും അല്ലേ മാച്ചോ? ഞാൻ പോകുന്നോണ്ട് മാച്ചുന് വിഷമമൊന്നും ഇല്ലല്ലോ. മാച്ച് ഫുൾ ഹാപ്പി. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് കാലത്ത് മുതൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നാണ് റൈഡ് പോകുന്നത് മിനി K2K കാസർഗോഡ് ടു കന്യാകുമാരി. അപ്പോൾ പിന്നെ ഞാൻ കുറേ ആയി ഫായ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോൾ നമ്മൾ മിനി K2K പോകാമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി അത് ഡിക്ലെയർ ചെയ്ത് അങ്ങനെ ഞാനിപ്പം പിന്നെ കുറേ ദിവസമായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കല്യാണം കുടുങ്ങിപ്പോകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷേ കുടുങ്ങിയിട്ടില്ല. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അപ്പോൾ അങ്ങനെ ഇന്ന് കാലത്ത് മുതലേ ഞാൻ ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. സത്യത്തിൽ ഞാൻ വിചാരിച്ചിരുന്നു എന്തായാലും കല്യാണം കുടുങ്ങിപ്പോകുന്നു. കാരണം ആദ്യം അവർ ഡേറ്റിനൊരു പിന്നെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഷെർമിൻ്റെ കല്യാണത്തിന് 15 21 ഞാൻ അയ്യോ പോയി എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നോക്കുമ്പോൾ 15 ആയതുകൊണ്ട് രക്ഷപ്പെട്ടെ. അങ്ങനെ പിന്നെ എന്താ പറയുക, സംഭവം എല്ലാം എടുത്തു വെച്ച് ഞാൻ പറഞ്ഞല്ലോ, അതിന് കാര്യങ്ങളെല്ലാം എടുത്തു വെച്ച്. പക്ഷേ പിന്നെ ബാഗിൽ വെച്ചിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ടാൻ ബാഗ് മാത്രമേ ഉള്ളൂ. ടാൻ ബാഗ് പറ്റൂല, 4 ദിവസത്തെ റൈഡാണ്. അപ്പം ടാൻ ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ കൊള്ളൂല. അപ്പം പിന്നെ ഞാൻ ഒരു ബാഗ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബാഗ് ഇന്നലെ ഉച്ചക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പോസ്റ്റ് ഓഫീസിൽ. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഫസ്റ്റ് അത് പോയി എടുത്ത് കൊണ്ടുവരണം, എന്നിട്ട് വേണം നമ്മളെ ലഗേജൊക്കെ റെഡിയാക്കാൻ വേണ്ടി. നാളെയാണ് ശരിക്കും റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ കാസർഗോഡ് നിന്നായതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ കാസർഗോഡേക്ക് പോകുന്നത്. അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ കാലത്താണ് ഫ്ലാഗ് ഓഫ്. തൃശ്ശൂരിൽ നിന്ന് കാലത്ത് പുറപ്പെട്ട ആൾക്കാർ ഇതുവരെ കാലിക്കറ്റ് എത്തിയിട്ടില്ല. കാലിക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവിടെ നിന്നുള്ള റൈഡേഴ്സിനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുള്ളൂ. അപ്പോൾ പിന്നെ അവർ ചേലേരി എത്തിയെന്നാണ് ലൈവ് ലൊക്കേഷനിൽ കാണുന്നത്. അപ്പോൾ എന്തായാലും ഉച്ച കഴിയുമായിരിക്കും. അപ്പോൾ ഞാൻ അതിനിടയിൽ മടക്കര നമ്മൾ പുതിയ പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു, ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. അപ്പോൾ ഏതായാലും നമുക്കിന്ന് പിന്നെ മടക്കര പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ആദ്യം ആ ബാഗ് എടുത്ത് കൊണ്ടുവരണം. എന്നിട്ട് വേണം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകാൻ വേണ്ടി. എന്തായാലും ഉച്ച കഴിയുമായിരിക്കും അവരെത്തുമ്പോൾ. ഇതാണ് കേട്ടോ നമ്മളെ മടക്കരയിലെ പോസ്റ്റ് ഓഫീസ്. എന്നാലിവിടെ ഒരു സാധനം വന്നിട്ട് വിളിച്ചത് ഷംസീറപ്പിക്കാതെ അതത് അതാ. ഇതാണ് കേട്ടോ നമ്മളെ ഓർഡർ ചെയ്ത് വന്നിട്ടുള്ള ബാഗ്. ട്രെയിൻ ബാഗാണ്. ഞാൻ ആദ്യം റൈനോക്സിൻ്റെ പിന്നെ എടുക്കാൻ വിചാരിച്ചു. നോക്കുമ്പോൾ ഇവിടെയെല്ലാം നോക്കിയിട്ട് എവിടെ കിട്ടിയില്ല. കെയറേഡിങ് വ്യൂസിലൊക്കെ നോക്കിയിട്ട് കിട്ടിയില്ല. ഞാൻ ഓൺലൈനിൽ നോക്കുമ്പോഴേക്ക് ഓൺലൈനിലും ഇല്ല, സ്റ്റോക്കില്ല എന്നാണ്. അങ്ങനെ ലാസ്റ്റ് റൂം വിത്ത് കിരൺ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ചെയ്യുന്നവരുണ്ട്. അവരുടെ അടുത്ത് നിന്നാണ് ഈ ഒരു ബാഗ് വാങ്ങിച്ചത്. അവരുടെ പ്രൊഡക്റ്റ് തന്നെയാണ്. അവർ നല്ലോണം റൈഡൊക്കെ ചെയ്യുന്നവരാണ്. അപ്പം പിന്നെ ഇതാ റൂം ടർട്ടക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ടർട്ടക്ക് ഇവിടെയുണ്ട്, റൂം ഇവിടെയുണ്ട്. പിന്നെ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 60 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി. പിന്നെ അതുപോലെ തന്നെ വാട്ടർ പ്രൂഫാണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയലാണ്. നമ്മൾ ഇതാ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല സ്പേസ് ഉണ്ട് ഇതിന്. ഞാൻ പറഞ്ഞ 60 ലിറ്റർ ഉണ്ട് എന്നുള്ളത്. പിന്നെ ഒരു എക്സ്ട്രാ പിന്നെ എന്താ പറയുക എക്സ്ട്രാ വരുന്നുണ്ട് അതിന് മൊത്തത്തിൽ പിന്നെ കവർ ചെയ്യാൻ മാത്രമുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ 2 ഡ്രൈ ബാഗും കൂടി ഉണ്ട് കേട്ടോ. ഇത് നല്ല അടിപൊളി സംഭവമാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ലോങ് പിന്നെ റൈഡൊക്കെ പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സൊക്കെ ചീത്തയാകുന്ന സമയത്ത് ഒന്നിലേക്ക് ഇടാം. പിന്നെ എന്നിട്ട് നല്ല ഡ്രസ്സ് വേറൊന്നിലേക്ക് ഇടാം. അങ്ങനെ പിന്നെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാമല്ലോ. പിന്നെ ഇതിലൊരു ഷോൾഡർ സ്ട്രാപ്പും കൂടിയുണ്ട്. പിന്നെ ഈ ബാഗിൻ്റെ 2 സൈഡിലുണ്ടല്ലോ ഇങ്ങനെയുള്ളൊരു സംഭവമുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇത് ശരിക്കും ഉപയോഗപ്പെടുന്നത് നമ്മൾ ഈ ഒരു കുഞ്ഞ് ട്രിപ്പ് പോകുമ്പോൾ അല്ല, നമ്മൾ ലേലൊക്കെ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ കുറേ സാധനങ്ങൾ ഇപ്പോൾ ബഞ്ചിക്കോട് വെച്ചിട്ടാണ് ഇത് കെട്ടി വെക്കാം. പക്ഷേ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പിന്നെ കുറച്ച് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ബ്രെഡോ കാര്യങ്ങളൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബഞ്ചിക്കോട് അഴിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇതിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് സൈഡിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം, അതെടുക്കുക, കഴിക്കുക. വീണ്ടും അതുപോലെ നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡിയായി. നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്തായാലും നമുക്ക് പിന്നെ എന്തായാലും ഉപകാരപ്പെടും. പിന്നെ അടുത്ത് തന്നെ ലേയിലേക്ക് പോകാനുള്ള പരിപാടിയുണ്ട്. നോക്കട്ടെ, ഷെയറും കൂടി വരട്ടെ, എന്നിട്ട് വേണം പോകാൻ വേണ്ടി. അപ്പോൾ ഇനി ഏതായാലും പിന്നെ നമ്മളെ ഡ്രസ്സെല്ലാം ഇതിൽ വെച്ചിട്ട് വണ്ടിയിൽ വെച്ച് കെട്ടട്ടെ. കാരണം അവരിപ്പം പിന്നെ 2 മണി ഇപ്പോൾ ആ സമയമായി, അവർ കാലിക്കറ്റിൽ നിന്ന് വിട്ടതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു 4-5 മണി ആകാണ്ട് ഇവിടെ എത്തൂല. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചാൽ എന്തായാലും റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ വിളിക്കുമ്പോൾ അങ്ങ് ഇറങ്ങിയാൽ മതിയല്ലോ. ഇപ്പോഴത്തെ ഈ റൈഡിനുണ്ടല്ലോ ഞാൻ ഈ 2 സൈഡും ഒഴിവാക്കിയത്. അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് ഒഴിവാക്കാൻ പറ്റുക. ഈ അടിയിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്താൽ മതി. അപ്പോൾ പിന്നെ ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് വീണ്ടും അത് ഇട്ടാൽ മതി.
ഓക്കെ വേണ്ട വളരെ പെട്ടെന്ന് നമുക്ക് ഇത് അയച്ചെടുക്കാൻ പറ്റിയ ഇതിപ്പോൾ ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് വീണ്ടും ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ പിന്നെ ഈ ഒരു സമയത്ത് ഇത് രണ്ടും ഒഴിവാക്കിയെന്ന് നമുക്ക് ഇത് രണ്ടും ഇപ്പോൾ വേണം. അപ്പോൾ ബാഗിൻ്റെ സൈസ് വേണ്ട ചെറുതായിട്ട് വന്നു. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ റൈഡിന് ഇത്രയേ വേണ്ടൂ. ഗൈസ് അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇതിൽ ഫുൾ ഡ്രസ്സ് വെച്ച് നമ്മളെ ടാങ്ക് ബാഗിൽ പിന്നെ നമ്മൾ അത്യാവശ്യം എടുക്കേണ്ട സാധനങ്ങളും പിന്നെ അതുപോലെ തന്നെ ഗുളികയും അതിലെടുത്ത് വെച്ചേട്ടാ. ഒരു ഡോളൊക്കെ എടുത്ത്, ഒരു ഡോളല്ല ഒരു 5-6 ഡോളോ പിന്നെ ക്യാപ്പ് അങ്ങനത്തെ എല്ലാ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം വെച്ചിട്ട് പിന്നെ ടാങ്ക് ബാഗും പോകും. ഈ ബാഗിനുണ്ടല്ല പ്രത്യേകിച്ച് നമുക്ക് ബഞ്ചിക്കോടിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ബാക്ക് സൈഡിൽ ഈ ഒരു ടൈലുണ്ട്, അതുപോലെ ഫ്രണ്ടിൽ 2 ടൈലുണ്ട്. അപ്പം നമുക്കത് വെച്ച് വലിച്ച് കെട്ടിക്കൊടുത്താൽ മതി. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ടൈ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഈ ഒരു സൈഡിലുണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ ഉണ്ട്. ആ ഈ ഒരു ഹോള് നമ്മൾ ഫുഡ് റെസ്റ്റിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ വലിക്കാം. ഈ ഭാഗം ഓക്കെ ആയി. ഫുഡ് റെസ്റ്റിൽ ഇപ്പുറത്തെ സൈഡിലും വെക്കാം. അതിനുശേഷം ടൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ ടൈറ്റായിട്ട് നിന്ന് പിന്നെ നമുക്ക് ബാക്കി കിടക്കുന്നത് ബാക്കിലാണ്. അപ്പോൾ ബാക്കിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇതേപോലെ ഇട്ടൊന്ന് വലിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഗൈസ് അങ്ങനെ നമ്മൾ ബാഗ് കെട്ടലെല്ലാം കഴിഞ്ഞ് തന്നാൽ അടിപൊളി സ്ട്രോങ് ആയിട്ടുണ്ട്. ബഞ്ചിക്കോടാണെങ്കിൽ നമുക്ക് കുറേ സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വലിച്ച് കെട്ടേണ്ടി വരും. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയാൽ ഇതിങ്ങനെ കെട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും ചോദിച്ചു ഇത് അയലാണോ കൊണ്ടുവന്നു, വലിയ ബഞ്ചിക്കോട് എടുത്ത് കൊണ്ടുപോയിട്ട്. പിന്നെ ഞാൻ അന്നേരത്തെ പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അങ്ങനെ അറിയുകയും ചെയ്യില്ല. പക്ഷെ എന്നാലും വീഴാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി അവർ വിളിക്കുന്ന സമയത്ത് വേഗം ടാങ്ക് ബാഗും സെറ്റ് ചെയ്ത് അങ്ങ് പോയാൽ മതിയല്ലോ. ഫ്രണ്ട്സ് ഇപ്പോൾ സമയം 6 മണിയായി. അവർ താഴെ ചുവക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ എല്ലാം റെഡി ആയിട്ട് ഇറങ്ങി. പിന്നെ നമ്മൾ വണ്ടിയെല്ലാം ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണല്ലേ ബാക്കിലും മുമ്പിലെല്ലാം കെട്ടിയിട്ട് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മഴയും കുറച്ചൊന്ന് മാറി നിന്നിട്ടുണ്ട്. നല്ലൊരു കാലാവസ്ഥ. ഈ സമയത്ത് റൈഡ് ചെയ്യാൻ നല്ല സുഖമായിരിക്കും. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് ഇവിടുന്ന് 2 മണിക്കൂറാണ്. എന്തായാലും അവിടെ എത്തുമ്പോഴേക്ക് ഒരു 8-8:30 ആവുമായിരിക്കും. കാരണം അവർ ഇപ്പോൾ കണ്ണൂരുണ്ട് അത്രയല്ല, പുതിയുള്ള ബ്ലോക്കെല്ലാം കഴിഞ്ഞ് പ്ലാത്ര എത്തുമ്പോഴേക്ക് ഏകദേശം ഒരു ടൈമാകും. ഞങ്ങൾ പ്ലാത്രയിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഇവിടെ കണ്ട മാച്ചുവിനോട് ബൈ ബൈ പറയാൻ വേണ്ടി ഞാൻ നിൽക്കുന്നത്. നോക്കുമ്പോൾ മാച്ചു എന്താ ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ കിളികളുണ്ട്, തത്തമ്മിയും പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു കിളികൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നോക്കിയാണ്. അപ്പോൾ എന്തായാലും മാച്ചുവിന് ഫുൾ ഹാപ്പി ആയിരിക്കും അല്ലേ മാച്ചോ? ഞാൻ പോകുന്നതുകൊണ്ട് മാച്ചുവിന് വിഷമമൊന്നും ഇല്ലല്ലോ. മാച്ചു ഫുൾ ഹാപ്പിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്നൊന്നും പറയില്ലല്ലോ. വരുമ്പോൾ എന്തെല്ലാം കൊണ്ടുവരണമെന്നെല്ലാം പറയുന്നുണ്ട്. കന്യാകുമാരിയിൽ ശങ്കലുണ്ട്, അതെല്ലാം വാങ്ങിച്ചുകൊണ്ടുവരണം, മണ്ണ് കൊണ്ടുവരണമെന്നെല്ലാം പറയുന്നുണ്ട്. ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉണ്ടല്ല പ്ലാത്ര ജംഗ്ഷനിലെത്തി. അപ്പോൾ അതിലൂടെ വരുന്നുണ്ടെങ്കിലും ഇതിലൂടെ വരുന്നുണ്ടെങ്കിലും ഇവിടെ കടന്നിട്ടേ പോകുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ അവർ വളവട്ടണം പാലത്തിൻ്റെ അടുത്തുള്ള പുതിയരെല്ലാം നല്ല 1.5 ബ്ലോക്കിൽ പെട്ടിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഏതായാലും പിന്നെ നമ്മൾ ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏതായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. സമയം ഇപ്പോൾ 7 മണിയായി. ഒരു 7:30 ആകുമ്പോഴേക്കും അവർ എത്തുമായിരിക്കും. എൻ്റെ പേര് സ്നേഹ രാധാകൃഷ്ണനാണ്. ഓക്കെ. ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ട്, നിങ്ങൾ പേര് കണ്ടിട്ടുണ്ട്. എല്ലാരും ഗ്രീൻ ആണല്ലേ, ഞാൻ മാത്രം ഓറഞ്ച്. ഇല്ല സാബി കാലത്ത് വരാന്നാണ്. എന്ത് പറ്റി? കഴുത്തത് എനിക്കുന്നുണ്ടോ? ഹെൽമെറ്റിൻ്റെതായിരിക്കും. എന്തിന്റെ സുഖല്ലേ? ഇറങ്ങിയ കേറാൻ പാടാന്ന് അല്ല, നിങ്ങൾ പിന്നെ കുറച്ചും കൂടി ദൂരേന്ന് വരുന്നല്ലോ, നമ്മളിപ്പോ കേറിയിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. എത്ര മണിക്ക് പുറപ്പെട്ടു അവിടുന്ന്? അതെ, കാലിക്കറ്റാണ് നിങ്ങൾ രണ്ടാളേ ഉള്ളൂ? അതെ. ഇവരെല്ലാം അങ്ങനെ വന്നോണ്ട് ആകെ ടയർഡായി പോയി തോന്നുന്നു. ഇവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി നടത്തിയതാണ്. കുടിക്കുമ്പോളെ അമീഷേ കുടിക്കുന്ന വീഡിയോ യെസ്. എല്ലാവരും ചായ കുടിയെല്ലാം കഴിഞ്ഞു. ഒരാളെ വണ്ടിയിലേക്ക് കയറി. ഞാനാണ് അതിന് ബാക്ക് ലീഡ് ചെയ്യേണ്ടത്. ഞാൻ വരുമ്പോൾ ശിവനോട് കുറേ പറഞ്ഞതാണ് ഡോമിനർ എടുത്തിട്ട് പോയിക്കോ.
ഞാനങ്ങനെ ശരിയാകുകയില്ല, എൻ്റെ വണ്ടിയുണ്ട്, ഞാൻ നിങ്ങളെ വണ്ടി എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എടുക്കലുണ്ട്, പക്ഷെ ഇത്രയും ലോങ് പോകുമ്പോൾ എനിക്ക് അത്ര ഒരു കോൺഫിഡൻസ് തോന്നുന്നില്ല. ഞാൻ ഏതായാലും ഒരു ചെറിയ റൈഡിൽ ഞാൻ ഫസ്റ്റ് എടുത്ത് നോക്കാം, എന്നിട്ട് നമുക്ക് പിന്നെ വലിയ റൈഡിലെല്ലാം എടുക്കാൻ തോന്നും. ഉപ്പ് റൈഡാകുമ്പോണ്ടല്ല പിന്നെ വേരിയേഷൻ ഉണ്ടാവും, ഓരോരാളെ സ്പീഡ് ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ പല ആൾക്കാർക്കും പിന്നെ സ്പീഡിൽ പോകുന്നവർക്ക് ഒരിക്കലും സ്പീഡ് കുറച്ചിട്ട് പോകാൻ കഴിയില്ല, അവർക്ക് ദേഷ്യം പിടിക്കും. സ്പീഡ് കുറച്ച് പോകുന്നവർക്കാണെങ്കിൽ അതൊരു സങ്കടമാവും, അയ്യോ നമ്മൾ കുറഞ്ഞു പോയോ എന്ന് വിചാരിച്ചിട്ടില്ലേ. അപ്പോൾ പിന്നെ ഞാൻ എല്ലാ റൈഡിലും ഇങ്ങനെ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ എപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും അങ്ങനെ അറിയാണ്ട് വന്ന ആൾക്കാർ തന്നെയല്ലേ, ചെറിയ സ്പീഡെല്ലാം ഓടിച്ചോടിച്ച് പിന്നെ കുറച്ച് നല്ല സ്പീഡിൽ ഇപ്പോൾ ഓടിക്കുന്നതാണ്. അപ്പോൾ അറിയാത്തവരെ നമ്മളങ്ങനെ ഒരു പിന്നെ ഇതാക്കാൻ പാടില്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും ഓരോരോ പിന്നെ രീതിയിലായിരിക്കും. കുറച്ച് ആൾക്കാർക്ക് രാത്രി ഓടിക്കാൻ പേടിയുണ്ടാവും, കുറച്ച് ആൾക്കാർക്ക് പകൽ തന്നെ പേടിയുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ സങ്കടപ്പെടുത്താൻ പാടില്ല, അവരെ നമ്മൾ കൂടെ നിർത്താം. അങ്ങനെ ഗായ്സ് 10:30 മണി വരെ നമ്മളിപ്പോൾ ഇവിടെ കാസർഗോഡ് എത്തി. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ. Said you felt that way, guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to grey as you fade away, as you fade away. Yeah, I'm about to fade away, cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. നമ്മൾ റൂമിലെത്തി കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ ഇവിടുന്ന് അടുത്ത് തന്നെ നടക്കേണ്ട ദൂരം ഉള്ളതാണ് പറഞ്ഞത്. അപ്പം പിന്നെ ഫുഡ് കഴിച്ച് വന്നിട്ട് ഫ്രഷ് ആകാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളാകെ 2 മണിക്കൂറിലെ റൈഡ് ചെയ്തിരിക്കും. ഇതിന് മുന്നേ വന്ന ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് കാലത്ത് 4 മണിക്കൊക്കെ പുറപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി രാത്രി 11 മണിയാകുമ്പോഴേക്ക് തന്നെ കാസർഗോഡെല്ലാം ഉണങ്ങിപ്പോയല്ല. എല്ലാ ദിവസവും ഉണ്ടല്ലേ ഇനി റെസ്റ്റോറൻറ്റിലേക്ക് ഇങ്ങനെ കുറച്ച് ദൂരം നടന്നിട്ട് പോകാമെങ്കിൽ കുറച്ച് ബെറ്ററാണ്. കാരണം വെച്ചാൽ ഈ റൈഡ് കഴിയുന്നവരെ നല്ല 1.5 ഫുഡ് ആയിരിക്കും അടിക്കേണ്ടി വരാൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡയറ്റ് എടുത്താൽ പോയത്, പക്ഷേ ഡയറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടയേർഡാവും. നമുക്ക് റൈഡ് ചെയ്യാനല്ല, റൈഡ് ചെയ്യുമ്പോൾ നല്ല ആ ഒരു കോൺസെൻട്രേഷനിൽ നല്ലോണം ഫുഡ് അടിക്കേണ്ടി വരും, അതൊക്കെ ടയേർഡാവും. അപ്പോൾ ഫുഡ് അടിച്ചിട്ട് ഇതേപോലെ കുറച്ച് നടക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അടിപൊളി. നല്ല ഒന്നൊന്നര തിരക്കാനുണ്ട്. ബിരിയാണി രാത്രി തുടങ്ങി, ബിരിയാണി തുടങ്ങി. അടിക്ക് അക്ഷര അടിക്കടി അടിക്ക്, നല്ലോണം വെച്ചടിക്ക്. ഇനി 4 ദിവസം കൊണ്ടുണ്ടല്ലോ 5 കിലോ കൂടണം കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ ഇതൊരു റെസ്റ്റോറൻറ്റ് അല്ലാണ്ട് വേറെ റെസ്റ്റോറൻറ്റും തുറന്നിട്ടില്ല. പിന്നെ ഇവിടെ ആകെ ഒരു ബിരിയാണി മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒരു സാധനമില്ല. അപ്പോൾ ഞാനും പിന്നെ 1-2 ആൾക്കാർ പൊറ്റിക്കേ ഉള്ളതാണ്. പക്ഷേ നമുക്ക് ബിരിയാണി വേണ്ടതുണ്ട്. പക്ഷേ പറഞ്ഞ കാര്യമില്ല, ഇപ്പോൾ വരാണ്ട് പോയി കഴിഞ്ഞാൽ ഫുഡും കിട്ടില്ല. പിറ്റേന്ന് അത് വെച്ചിട്ടാണ് ബിരിയാണി അല്ല കേട്ടോ, എനക്കും വേറൊരാൾക്കും ഫ്രൈഡ് റൈസ്. ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഫുഡ് അടിയുടെ കാര്യം ഇപ്പോൾ സമയം 11:30 മണിയായി. കാലത്ത് 7:30 മണിക്കാണ് ഫ്ലാഗ് ഓഫ്. അപ്പോഴേക്ക് റെഡി ആയിട്ട് നമ്മൾ ഇവിടെ അടുത്ത് തന്നെയാണ് വൈബ്രൻറ്റിൻ്റെ പിന്നെ നമ്മളന്ന് പോയില്ല, വൈബ്രൻറ്റിൻ്റെ മോട്ടോർകോർപ്പ് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂം അവിടെയാണ് എത്തേണ്ടത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആകണം, അതിന് ശേഷം വേണം കിടന്നിറങ്ങാൻ വേണ്ടി. പിന്നെ നമ്മൾ റൈഡേഴ്സിനെല്ലാം പരിചയപ്പെട്ട് വരുന്നേ ഇപ്പോൾ ആകെ ഫുഡ് കഴിക്കുന്നത് മാത്രമേ കണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വ്ളോഗിലൂടെ വൈൻഡപ്പ് ചെയ്യാനും എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടെ നമ്മൾ ഇന്ന് കണ്ടത്. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.